ഇന്നത്തെ ഉമ്മമാർക്ക്, നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, ഇന്നത്തെ ഉമ്മമാർക്ക് നിഷ്കളങ്കമായി സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ. നമ്മൾ കണക്ക് കൂട്ടിയിട്ടാണ് ഇന്ന് സ്നേഹിക്കുന്നത് പോലും. പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. നമുക്ക് 3 മക്കളുണ്ടെങ്കിൽ ആ 3 മക്കളിൽ കുറച്ച് മൊഞ്ചുള്ള മക്കളെയും കൊണ്ട് നടക്കാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം. അതിലൊരു കറുത്ത് മെലിഞ്ഞൊരിഞ്ഞ കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ കല്യാണ വീടുകളിൽ പരിചയപ്പെടുത്താൻ പോലും ഉമ്മമാര് മറന്നു പോവല്ല, അവര് അത് കാണിക്കാതിരിക്കുകയാണ് എന്ന് കൗൺസിലിങ്ങിലൂടെ നമ്മൾ മനസ്സിലാക്കും. പ്രിയപ്പെട്ട ജസീലും നല്ലൊരു കൗൺസിലറാണ്. ഞങ്ങൾക്കൊക്കെ വരുന്ന കേസുകളിൽ ഉമ്മമാര് ഇപ്പോഴൊക്കെ ഇങ്ങനെ മക്കളെ കണക്ക് കൂട്ടിയിട്ട്, ഉദാഹരണത്തിന് A+ എന്ന് പറയുന്ന സാധനം കിട്ടാത്ത കുട്ടികളെ ഒരു ചവിട്ടിത്തേക്കലാണ്. A+ ആണോ ജീവിതം എന്ന് പറഞ്ഞാൽ A+ കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യും? എല്ലാ കുട്ടികൾക്ക് ഇപ്പൊ SSLC എന്ന് പറഞ്ഞാൽ 2 ലക്ഷം 2.5 ലക്ഷം കുട്ടികളൊക്കെ എഴുതും. 2.5 ലക്ഷം കുട്ടികൾക്ക് എങ്ങനെ A+ കിട്ടുക? ചില കുട്ടികൾക്ക് A+ നഷ്ടപ്പെടൂലേ? അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് A+ പോയ ആ കുട്ടികളോട് മോശമായ പെരുമാറ്റമാണോ ഉണ്ടാകേണ്ടത്? ഒരിക്കലും ഉണ്ടാകരുത്. എല്ലാ കുട്ടികളും, പഴയ ഉമ്മമാർക്ക്, ഞാൻ ഇപ്പോഴത്തെ ഉമ്മമാരെ ഇകഴ്ത്തല്ല കേട്ടോ, പഴയ ഉമ്മമാർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകല് കൂട്ടത്തിൽ ഏറ്റവും ബലഹീനമായ മോനോടാണ്. കിടക്കപ്പായിൽ മരിക്കാൻ കിടക്കുന്ന സമയത്തും പറയലെന്താണെന്നറിയോ? നിങ്ങൾ കുഞ്ഞോനെ നല്ല നോക്കണം കേട്ടോ, ഒരു പാവാണ്, അവനാണ് എവിടെ എത്താത്തത് എന്നാണ്. അതായിരിക്കും ഉമ്മമാരുടെ ആകെയുള്ള ആശങ്ക. എവിടെയും എത്താത്ത മകനെ കുറിച്ചായിരിക്കും ഉമ്മയുടെ അന്നത്തെ ആശങ്ക. ഇന്നത്തെ ഉമ്മമാരൊക്കെ പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത്, അവനെ കണ്ടില്ലേ, അയൽവാസിക്ക് ചുണ്ടും, അവനെ കണ്ടില്ലേ, ഇവനെ കണ്ടില്ലേ, അവൻ പഠിക്കണ കണ്ടില്ലേ, താരതമ്യ പഠനങ്ങളാണ്. പിന്നെ മക്കളെ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവണതകളാണ്. ഡോക്ടറാക്കിയേ അടങ്ങൂ എന്നതാണ്. ഡോക്ടറാക്കണ്ട എന്നല്ല, അതിനെക്കുറിച്ച് പറയാം, വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട്. കല്യാണ വീടുകളിൽ ബിംബത്തരം പറയാനുള്ള ഒന്നല്ല ഡോക്ടർ. ഇന്നങ്ങനെയൊക്കെയായി മാറിയിട്ടുണ്ട്. വിവാഹ സദസ്സുകൾ കൂടുന്ന സമയത്ത് മോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവൾ മെഡിസിന് പഠിക്കുകയാണെന്ന് പറയാൻ നമുക്കൊരു മോഹം, അതിനു വേണ്ടിയിട്ട് സ്ക്രൂ കയറ്റി പിന്നാലെ കൂടുകയാണ്. അല്ല, നമ്മൾ കൃത്യമായിട്ട് അതിന് കഴിവുള്ള കുട്ടികളെ ഡോക്ടർമാരാക്കണം. എഞ്ചിനീയറിങ്ങിന് കഴിവുള്ള കുട്ടികൾ അതാക്കണം. അത് ഞാൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് കൃത്യമായിട്ടുള്ള വിഷനിൽ എല്ലാ കുട്ടികളെ കുറിച്ചും കാഴ്ചപ്പാടുണ്ടാകണം. ഇപ്പൊ ഒരു കുട്ടിക്ക് അധികം പഠിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കും. അങ്ങനെ ഉണ്ടാവുമല്ലോ കുട്ടികൾ. അവരുടെ ബുദ്ധി പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റാത്ത കുട്ടി, അവനെ കൂടുതൽ ചാലത്ത് ചേർത്ത് അവനിടയ്ക്ക് ഉമ്മൊക്കെ കൊടുത്ത് അവനെ മെല്ലെ മെല്ലെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു +2 ശേഷമെങ്കിലും ഉന്നതമായ പഠനത്തിലേക്ക് അവനെ എത്തിക്കണമെന്ന് നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവണം. അങ്ങനെയുണ്ട് കുറെ കുട്ടികൾ. +2 വരെ വല്ലാണ്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയെങ്കിലും ഒരൊറ്റ ജമ്പ് ചെയ്യലാണ്, ഉഷാറായിട്ട് പഠിക്കും. ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു വിദ്യാർത്ഥിയുണ്ട്, ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് എനിക്ക്, ധാരാളം വിദ്യാർത്ഥികൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ. അതിൽപ്പെട്ട ഓരോ ആളുകളെയും ഇങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് SSLCയിൽ അധികം മാർക്കില്ലാതെ +1 വന്ന കുട്ടികൾ 1500-2000 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ്. ഞാനും നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ ബാബുവിനെ പോലുള്ള ആളുകളൊക്കെ നടത്തുന്ന ക്യാമ്പസാണ്. അതിൽ മാർക്കില്ലാത്തവരെയും നമ്മൾ എടുക്കും. അപ്പൊ ഈ മാർക്കില്ലാത്തവരിങ്ങനെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് വന്നിട്ട് ആ കുട്ടികൾ മാർക്കില്ലാതെ കടന്നു വന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ കുട്ടികൾ പിന്നീട് എവിടുന്നൊക്കെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുണ്ട്, അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ വലിയ ഓർഗനൈസേഷന്റെ തലപ്പത്തിരുന്നിട്ടുണ്ട്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സ്റ്റഡീസിൽ നിന്ന് PhD കഴിഞ്ഞവരുണ്ട്. ഇതേപോലെ തന്നെ മുസ്തഫയെ പോലെയുള്ള ആളുകളൊക്കെ ഹൈദരാബാദ് വലിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇദ്ദേഹം പഠിപ്പിച്ചിരുന്ന ഫറൂഖ് കോളേജിൽ അസിസ്റ്റന്റ് ലെക്ചറായിട്ട് ഇവരൊക്കെയുണ്ട്. സാധാരണ കുട്ടികളായി വന്നിട്ട്, കാരണം പിന്നീടായിരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ കുട്ടികൾ പഠിക്കുക. അതുകൊണ്ട് ചെറുപ്പത്തിൽ പഠിക്കുന്നില്ല എന്നതുകൊണ്ട് ഒരിക്കലും ആ കുട്ടിയെ നമ്മൾ ഇകഴ്ത്തരുത്. എന്ത് വിഷയം ഉണ്ടായാലും സ്നേഹത്തോടെ ഡീൽ ചെയ്യണം. ഉമ്മമാര് വളരെ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് മയക്കുമരുന്നിന്റെ ഒരു പ്രവണത എല്ലായിടത്തും കണ്ടുവരികയാണ്. മയക്കുമരുന്നിന്റെ പ്രവണത, നിങ്ങൾ വിചാരിക്കും നമ്മുടെ കുട്ടിയേക്കൊന്നും ഈ കാര്യങ്ങളില്ല. നമ്മുടെ കുട്ടിയേക്കും ഈ കാര്യങ്ങൾ വരാം, അള്ളാഹു കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം മഹല്ല് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശരിക്കും മഹല്ലിന്റെ അർത്ഥം എന്താണെന്നറിയോ? മഹൗലുള്ളത് എന്നാണ് അർത്ഥം. മഹൗൽ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ എന്നാണ്. ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന്റെ പേരാണ് മഹല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലായിടത്തും ഒരു ദീനീപരമായ സ്നേഹത്തിന്റെ, മറ്റെല്ലാ മതസ്ഥരെയും സ്നേഹിക്കുന്നതിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന്റെ പേരാണ് മഹല്ല്. അപ്പൊ ഈ മഹല്ലിൽ അന്തരീക്ഷം മാറിക്കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളും അതിൽ പെട്ടുപോകും. മയക്കുമരുന്ന് ഉപയോഗിക്കാൻ അവർ ക്ലവർലി അതിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വിചാരിച്ചത് നമ്മളെ കുട്ടികളൊക്കെ നല്ല മക്കളാണ്, അവരെന്തായാലും അത് ഉപയോഗിക്കൂല. ഇവരിതിൽ എങ്ങനെ പെടണമെന്നറിയോ? ഈ അടുത്തിടെ ഒരു കുട്ടി എന്നോട് പറഞ്ഞ കാര്യമുണ്ട്.
കൗൺസിലിങ്ങിൽ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ആ നശിച്ച ബർത്ത്ഡേ ആണ് സാറേ എന്നെ ഇങ്ങനെയാക്കിയത് എന്ന്. ഈ കുട്ടി ബർത്ത്ഡേയിൽ പങ്കെടുത്തതാണ്, അവന്റെ ബർത്ത്ഡേയാണ്. ആ ബർത്ത്ഡേക്ക് പോയപ്പോൾ ആദ്യം ബിരിയാണിയൊക്കെ കഴിച്ച് ഉഷാറായി, അതിന് മേലെ സെവനപ്പൊക്കെ കഴിച്ച് അവർ പിരിഞ്ഞു. അവസാനം രാത്രി പിന്നെയും കൂടാണ്. അവരെന്തിനു വേണ്ടിയിട്ട്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാൻ. അതെല്ലാം കഴിഞ്ഞിട്ട് ഏതോ ഒരു ഭാഗത്ത് പോയി ഇരുന്നപ്പോൾ ഇവരുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് അവൻ അറിയില്ല. ഇവന്റെ ബർത്ത്ഡേയാണ്. ഇവരെന്താ ചെയ്തത്? ഇവനെ മെല്ലെ കൈ പിടിച്ചു വെച്ച് കാല് പിടിച്ചു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ കൊതറി. ഇവൻ സാധാരണ കുട്ടിയാണ്, ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത മോനാണ്. പക്ഷെ ബർത്ത്ഡേയുടെ അന്ന് തൻ്റെ സുഹൃത്തുക്കൾ, തൻ്റെ കാപാലികന്മാരായ സുഹൃത്തുക്കൾ എന്ന് വേണമെങ്കിൽ അവരെ വിളിക്കാം, അവര് മദ്യം അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഈ കുട്ടി മദ്യപാനിയായി തീരുന്നത്. ഇന്നത്തെ പല സുഹൃത്തുക്കളും ഇമ്പോസ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ സാധാരണ ഇമ്പോസ് ചെയ്യണമെന്നില്ല, കാരണം പീർ ഗ്രൂപ്പ് പിന്നെ പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ പ്രഷർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ആ കൂട്ടുകാരൻ യാത്രയിൽ പറയാണ്, ഇവിടെ ഇപ്പം ആരും കാണൂലടാ, നമ്മുടെ ഒരു സിഗരറ്റ് വലിക്കല്ലേ. ആ സമയത്ത് നോ പറയാൻ ഏകദേശം 80% കുട്ടികൾക്കും കഴിയില്ല. കാരണം പീർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. 4-5 സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പോൾ ഞാൻ മാത്രം എങ്ങനെ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഒരു ചിന്ത. അങ്ങനെ ഊട്ടിയിലേക്കുള്ള യാത്രയിൽ, മൈസൂരിലേക്കുള്ള യാത്രയിൽ ആ സമയത്ത് ഇവനൊന്ന് മെല്ലെ പുകക്കും. ആ ബീഡി വലി പിന്നെ എന്തായി മാറും? അതിൽ നമ്മൾ ആണുങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പുകച്ചാൽ പിന്നെ നമ്മളെ കുട്ടിയൊക്കെ പോക്കൽ കുറച്ച് എളുപ്പമാണ്. നിങ്ങൾ പുകവലിയിൽ നിർത്തിയ ആൾക്കാരാ പലരും. പക്ഷേ ഇപ്പൊ കുട്ടികൾ പുകവലി മാത്രം നിർത്തൂല, അവിടെയാണ് പ്രശ്നം. നമ്മൾ പറയുന്നതല്ല കുട്ടികൾ കേൾക്കുക, നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കൈയൊന്ന് ഇങ്ങനെ ആക്കിയാട്ടെ, ഇതെങ്ങനെ ഒന്നാക്കിയാട്ടെ, ഇതൊന്ന് ഉഷാറാക്കിയിട്ട് ആക്കിക്കോ, അവിടെ ഇരുന്നിട്ട് ആക്കിക്കോ, പ്രശ്നമില്ല. അതൊരു ട്രെയിനിങ് ആയിട്ട് കണ്ട ഒന്ന് ഉഷാറായിട്ട് ആക്കിയെന്ന് എല്ലാവരും ആക്കിക്കോ, അവിടെ ഉള്ളവരൊക്കെ ആക്കിക്കോ. ഓക്കെ റൈറ്റ്, ആക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് പെട്ടെന്നൊന്ന് താടി കൈവച്ചാട്ടെ. താടി കൈവയ്ക്കും. ഇതാണോ താടി? ആണുങ്ങളൊക്കെ തെറ്റിച്ച് താടി വെക്കാനാ ഞാൻ പറഞ്ഞത്. ഇനി എന്നെപ്പോലെ താടി നിങ്ങൾക്കില്ലെങ്കിലും വടകര ഈ പാറക്കട വരുന്ന സമയത്ത് ഇവിടെ അല്ലല്ലോ താടി. എന്തുകൊണ്ടാ ഇവിടെ നിങ്ങൾ വെച്ചത്? ഞാനിവിടെ വെച്ചതാ നിങ്ങൾ കണ്ടത്. ഞാൻ പറഞ്ഞതെന്താ? താടി വെക്കാനാണ്, ഉപദേശം താടി വെക്കാനാണ്. പക്ഷെ ചെയ്യൽ നെറ്റിയിൽ വെക്കലാണ്. നിങ്ങളെല്ലാവരും നെറ്റിയിലാണ് വെച്ചത്. ഇതെന്നെ കുട്ടികളെ അവസ്ഥ. നമ്മൾ കുട്ടികളെ കുറെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ വീഡിയോലിക്കുക, എന്നിട്ട് മോനോട് പറയാം എന്ത്? മോൻ വലിക്കരുത്. ഇതെന്ത് ന്യായമാണ്? നമ്മളത് ആദ്യം നിർത്തി കാണിച്ചു കൊടുക്കണം. മറ്റത് കൂട്ടുകാരൻ ഇങ്ങനെ നീട്ടുമ്പോൾ ഇപ്പൊ ഒരുപാട് വലിക്കണതല്ലേ, അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് മോനാണ്ട് വിധി എഴുതാൻ. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞിട്ട്, കുറേ കാലം കഴിഞ്ഞിട്ട് എന്താകും? അവൻ സിഗരറ്റിന് പകരം ഈ കുട്ടികൾ തന്നെ, ഇവൻ അറിഞ്ഞിട്ടുണ്ടാകൂല, അതിൻ്റെ ഉള്ളിൽ നിന്നും ഇതിൻ്റെ സാധനങ്ങളൊക്കെ മാറ്റി, ടൊബാക്കോ മാറ്റിയിട്ട്, പുകയില മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മരിജുവാന എന്നത് കയറ്റും. മരിജുവാന കഞ്ചാവിൻ്റെ ശാസ്ത്രീയ നാമമാണ്. എന്ന് വെച്ചാൽ മരിജുവാന കയറ്റിയിട്ട് അതായിരിക്കും വലിപ്പിക്കുക. പിന്നത്തെ ഊട്ടിയുടെ യാത്രയിൽ ചിലപ്പോൾ സിഗരറ്റിന് പകരം ഇവൻ വലിക്കുക ഇതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓരോ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ കുട്ടികളെ അതിലേക്ക് പോവാതെ ശ്രദ്ധിക്കുക എന്നതാണ്.